ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വന്നൊരു കമന്റിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോവുകയാണ്. സോ ലാസ്റ്റ് വീഡിയോയിൽ ഒരു കമന്റ് ചെയ്തിരുന്നു, 25 വയസ്സ് ആയ ഒരു ആള് ക്രിക്കറ്റ് അഗെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പുതിയതായിട്ട് ക്രിക്കറ്റ് പഠിക്കാൻ പറ്റുമോ, ഇനി തൊട്ട് എങ്ങനെ ചെയ്യണം, എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നിരുന്നു. സോ അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 25 വയസ്സായ ഒരാൾ മുമ്പ് കളിച്ചിരുന്നിട്ട് കളി നിർത്തി പിന്നീട് 25 വയസ്സ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾ എവിടെ നിർത്തിയോ അത് അവിടെ തൊട്ട് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഗ്യാപ്പ് വന്നതിൻ്റെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. സോ നല്ലൊരു കോച്ചിനെ കണ്ടിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് കോച്ചിൻ്റെ സജഷൻസ് എടുത്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. പക്ഷേ അത് ഇന്ത്യൻ ടീമിൽ വരെ എത്തുമോ ഇല്ലയോ എന്നുള്ളത് അത് നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും. ഇനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണ്, ഇതുവരെ 25 വയസ്സ് വരെ ക്രിക്കറ്റേ കളിച്ചിട്ടില്ല, പക്ഷെ അവിടെ നിന്ന് 25 വയസ്സ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടഫാണ് നല്ല ലെവലിൽ എത്താനായിട്ട്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ടുള്ള കോച്ചിങ് എടുക്കാം. നല്ല ഏതെങ്കിലും ഒരു അക്കാഡമീസിൽ ജോയിൻ ചെയ്ത് ഒരു കോച്ചിൻ്റെ സജഷനോട് കൂടി സെഷൻസ് എടുക്കാം. പക്ഷേ നിങ്ങൾക്ക് ക്രിക്കറ്റ് എപ്പോഴും നിങ്ങളൊരു പാഷനായിട്ട് കൊണ്ടുപോകാൻ നോക്കുക. കാര്യം ക്രിക്കറ്റ് കരിയർ ആയിട്ട് എടുക്കാതെ കുറച്ചുകൂടി പാഷനായിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ നോക്കുക. നിങ്ങളുടെ കരിയറായിട്ട് വേറൊരു കാര്യം ചൂസ് ചെയ്യുക. സോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ക്രിക്കറ്റ് ഒരു പാഷനായിട്ട് കളിക്കുക. നിങ്ങളുടെ കരിയറിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം അല്ലാതെ അതിനുശേഷം ഇപ്പം നിങ്ങളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ 25 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലൈഫിൽ സെറ്റിൽ ആവേണ്ട ഒരു സമയം ഏകദേശം ആയി. സോ ആ ഒരു ടൈമിൽ നിങ്ങളൊരു കരിയറായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു IT ജോബാണോ, അതല്ല വേറെ ഏതെങ്കിലും രീതിയിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുപോവുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുന്നത് ഇപ്പോൾ ലീവുള്ള ദിവസങ്ങൾ, സാറ്റർഡേ സൺഡേസ് അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ ചെന്നിട്ട് നിങ്ങളുടെ മാച്ചസ് കളിക്കാനുള്ളതും പിന്നെ അല്ലെങ്കിൽ പ്രാക്ടീസ് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാം. സോ ഇങ്ങനെ ഒരു പാഷനായിട്ട് നിങ്ങളുടെ കരിയറിൻ്റെ കൂടെ തന്നെ പാഷനായിട്ട് ക്രിക്കറ്റ് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ. സോ അത് നിങ്ങൾ ആലോചിക്കുക. ഇപ്പം നമ്മൾ രണ്ട് രീതിയിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഒന്ന്, ക്രിക്കറ്റിൽ മുമ്പ് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് വന്നു, അതിനുശേഷം 25 വയസ്സാകുമ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ സംസാരിച്ചു. സോ ഫ്രഷ് ആയിട്ട് നമുക്ക് 25-ാം വയസ്സിൽ ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാമെന്ന് നമ്മൾ സംസാരിച്ചു. സോ ഇത് എൻ്റെ മാത്രം ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ കോച്ചസിനോട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരു തീരുമാനത്തിലെത്താൻ നോക്കുക. ഇതുപോലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ഇനിയും ചോദിക്കാവുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. സോ ഞാൻ അതിന് മാക്സിമം റിപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും.